ആ സിനിമയിൽ നിന്ന് പോരായിട്ടില്ല. കാരണം ശ്രീരാഗത്തിന്റെ ഇടയിലുള്ള സ്വരങ്ങളും ഒക്കെ ഒന്ന് പാടിയില്ലെങ്കിൽ സ്വരം പാടണം. സ്വരം പാടാൻ പറ്റില്ല. സ്വരം പാടിത്തരാം. അല്ല, ഇത് ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ശ്രീരാഗമോ എന്നുള്ള ഒരു സൃഷ്ടി ജനിക്കുന്നതിൻ്റെ പ്രധാന കാരണം പക്കല നിലപടി എന്നുള്ള ത്യാഗരാജ കൃതിയാണ്. അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. പിന്നെ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു അഷ്ടപതിയുണ്ട്, ഹരിഹരി ഹതാതരതയ. ആ ഒരു കോമ്പസിഷൻ കരകരപ്രിയയുടെ ദ സ്വീറ്റസ്റ്റ് കോമ്പസിഷനാണ്. അതിനപ്പുറത്തൊന്നും ഇനി ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കോമ്പസിഷൻ ബാലമുരളി സാറ് ചെയ്തത്. അപ്പോൾ അത് ഒക്കെയാണ് എൻ്റെ മനസ്സിൽ എന്നെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാൻ അതിനുള്ള ശക്തി തന്നത്. അത് വേണം പറയാൻ. എന്നിൽ ഒരു സംഗീത സംവിധാനം തട്ടി ഉണർത്തി ഇങ്ങനെ ചെയ്യടേ എന്ന് പറഞ്ഞ ശക്തി ഇതാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഗുരുനാഥനും. പിന്നെ അതുപോലെ തന്നെ ത്യാഗരാജ സ്വാമിയുടെ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ടിൽ ഈ ഒരു സ്വരം വെച്ചത്. അത് ദാസേട്ടൻ എന്നെ കണ്ടപ്പം ഈ പടം കണ്ടിട്ട് പറഞ്ഞു, എടാ മോനെ കഷ്ടപ്പെട്ട് നീ എന്നെ കൊണ്ട് പാടിച്ചിട്ട് അവർ പച്ചക്കറി അരിയാണല്ലോടാ. പക്ഷെ നന്നായിട്ട് ഒരുപക്ഷെ അത് കച്ചേരി നടത്തുന്ന പോലെ കാണിച്ചാൽ കൊള്ളത്തില്ല. ഇതാ ലാലേട്ടനും KP ലളിത ചേച്ചിയുടെ വരെ ഇങ്ങനെ തലമുടി ആക്കുന്ന ഇന്നസെന്റ് ചേട്ടനും അതൊരു അസാധ്യമായിട്ട് രാജുവേട്ടൻ ചെയ്തിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ആ പാട്ട് പിക്ചറൈസേഷൻ അത് മാത്രമല്ല രജനീഷ് ശ്രദ്ധിച്ച് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ ശ്രീരാഗമോ തേടുന്ന വീണതൻ പൊൻതന്തിയിൽ നേഹാർദ്ദ നിന്മൗനമോ പൂമാനമായി നിൻരാഗമോ ഭൂപാളമായി. ഇവിടെ യൂസ് ഒരു ഇടഞ്ഞൊരു ഒരു മൃദംഗം യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് വിഷ്വൽ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞ് ലാൽ സാറും ശോഭനയും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പേര് ആ പടത്തിൽ കാണാൻ എന്തൊരു രസമാണ് ഇവർ രണ്ടിനെയും. അതൊരു അനുഭവമായിരുന്നു ആ പടം വർക്ക് ചെയ്ത്. സ്വരം പാടിത്തരാം. സ്വരം പാടാം. സരിഗമപ്പ ധനിത പദ ധനിഗരി നിതമഗരി സരിഗമ റിഗമപ ഗമപദ മപദനിഗരി റിസ സനി നിത തപഗരി റിസ സനി നിത തപഗരി റിസ സനി നിത തപഗരി സനി തപ സരിഗമപ റിഗമപദ ഗമപദനി ഗരി സനി റിസ നിത പസനി ദപദ റിഗമപദ സരി ഗമപനി റിഗമപകല. ഇത് കേൾക്കണം എന്ന് പറയുന്നത് എൻ്റെ ഒരു വിഷാണ്. എൻ്റെ രജനീഷേ, അത് എന്നെ ഫോൺ ചെയ്താൽ ഞാൻ പാടി കേൾപ്പിച്ചു വീഡിയോ കോളിട്ട് പാടി തരത്തില്ല. അതുപോലെ ഇത് ഇങ്ങനെ നേരിട്ട് ഇരുന്നിട്ടോ അത് വല്ലാത്ത ഒരു ആഗ്രഹമായി. അത് സാറിനെ കൈ കിട്ടി എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട്. കൈ കിട്ടിയല്ലോ. ശരി, ഞാൻ വേറൊരു ജോണറിലേക്ക് പോവാം. ശ്യാമസന്ധ്യ സൂര്യൻ എവിടെ, ഈ പാട്ടൊക്കെ കേട്ടുണ്ടോ? ചോദിച്ചത് അറിയാതെ കണ്ണുറങ്ങി, സാഗരം സാക്ഷി. രണ്ടും സങ്കടം വരുമ്പോൾ നമ്മൾ ശ്രീരാഗമൊന്നും നമ്മൾ കേൾക്കാൻ ശ്രമിക്കാറില്ല. ഇല്ലെങ്കിൽ കാരണം ദുഃഖം വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ദുഃഖമുള്ള പാട്ടുകൾ, അതെ ദുഃഖമുള്ള പാട്ടുകൾ തന്നെ കേൾക്കും. അപ്പോൾ അത് ഒരു വല്ലാത്ത ജോണറാണ്. പ്രത്യേകിച്ച് നമ്മുടെ മെലഡികളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ചില ദുഃഖപൂർണമായ രാഗങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന രാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സാഗരം സാക്ഷി ചെയ്യുന്നതിൻ്റെ അനുഭവം എന്തായിരുന്നു? ഈ രണ്ട് പാട്ടുകളിൽ എനിക്ക് ഈ ശ്യാമസന്ധ്യയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ചിലർക്കൊക്കെ കരയാതെ കണ്ണുറങ്ങാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ശ്യാമസന്ധ്യയോട് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ എൻ്റെ ഹൃദയമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണെന്ന് തോന്നുന്നു. അത് ഇങ്ങനെയൊക്കെ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. അതൊരബദ്ധം പറ്റിയത് ഇനി സംഭവിക്കില്ല. രജനീഷ്, അത് ബേസ് അതൊരു കീരവാണി ബേസ്ഡ് കോമ്പസിഷനാണ്. നമ്മളത് ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും അങ്ങനെ ഹരിതപമരിച്ച ജരിമാപ്പനിസ എന്ന് യൂസ് ചെയ്യാൻ നമ്മളിത് വേറെ രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അത് കുറേയും കൂടെ ആർദ്രമാണ് ആ ഒരു പാട്ട്. അത് നമ്മൾ ചുമ്മാതൊരു പാത്തോസ് അല്ലാതെ അത് ആ ഫിലിം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത വേദന തരുന്ന ഒരു ഫിലിമാണ് സാഗരം സാക്ഷി. അത് മമ്മൂക്ക എന്ത് മനോഹരമായി ചെയ്തിട്ടുമുണ്ട്. അയ്യോ, അദ്ദേഹം എല്ലാം ചെയ്യുന്നത് സൂപ്പറാണ്. പിന്നെ ഇത് എൻ്റെ പാട്ടും കൂടെ ആയപ്പോൾ ഞാനത് എടുത്ത് പറയണ്ടേ. എനിക്കതിൽ പ്രധാനമായിട്ടൊരു അതിലേറ്റവും അതിൻ്റെ ഒരു ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു കടലിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ മകളുടെ കല്യാണമാണെന്ന് അളിയം എന്ന് പറയുന്ന സമയത്ത് ആകാശമേടയിൽ നീ മാൻപേടയായി ഉയർന്നാലെന്ന് പറഞ്ഞത്
എന്തോ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഞാൻ കേട്ട് ഞാൻ ആകെ വിഷമിച്ചു പോയത്. കാര്യം അസാധ്യം. അത് നമ്മൾ ഐതപ്ര അണ്ണാച്ചിക്കും ആ ഒരു ക്രെഡിറ്റ്. പിന്നെ നമ്മുടെ ഗാനഗന്ധർവൻ അതുപോലെ ചിത്ര ചേച്ചി ഒരു രണ്ടുപേരും പാടിയിട്ടുണ്ട്. അതൊക്കെ ഓരോ അനുഭവങ്ങൾ. ആ വരിയൊന്ന് പാടൂ. ആകാശമേടയിൽ വല്ല ആവശ്യമുണ്ട്? അതല്ല, അത് വേറെ ഫീലാണ് ശരിക്കും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്നാൽ തിങ്കൾ കൊതുമ്പുമായി വരും. വിദൂരമേഘമായി ഞാൻ നിന്നിഴലായി ഞാൻ മായും. കരയാതെ കണ്ണുറങ്ങ് താമരത്തേനുറങ്ങ്, മാറോടു ചേർന്നുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ്. വരി മാറിപ്പോയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഗായത്രി ക്ഷമിക്കും. ഓ, അടുത്ത ചോദ്യം കൂടി വേണ്ടെന്ന് പറഞ്ഞ അവസ്ഥയിലായി പോയി. അത് തുടർന്ന് കേൾക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. സാറിന് ഒരുമാതിരിപ്പെട്ട പാട്ടുകളൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആഘോഷിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നമ്മളൊക്കെ ഇത്രയും പ്രാവശ്യം കേട്ടിട്ടുള്ള പാട്ടുകൾ ഉണ്ടാവില്ല. കാരണം ഒന്ന്, എനിക്ക് തോന്നുന്നു പിടികിട്ടാത്തോണ്ടായിരിക്കാം. അതായത് എളുപ്പത്തിൽ പിടികിട്ടാത്തതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് കേൾക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമോ? അതിന്റെ സാർ എന്താ കരുതണേ? ഇതിന്റെ കോമ്പോസിഷൻസ് പെട്ടെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കോ നമുക്ക് ഇത്രയും പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുമ്പോൾ സുഖം കിട്ടുന്നത്? അങ്ങനെ ആയിരിക്കുമോ? അല്ല, ഞാൻ വിശ്വസിക്കുന്നത് അതൊരു ആ പാട്ടിനൊരു സോൾ, ഒരു ആത്മാവുള്ളത് കൊണ്ടാണ് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു സാധാരണക്കാരനെ എങ്ങനെയാ അത് പറഞ്ഞു കൊടുക്കുക? ഒരു മിനിറ്റ്, ഞാനൊന്ന് ഗൂഗിൾ ചെയ്യട്ടെ. അല്ല, ഇത് കാര്യം നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ, അത് നമ്മുടെ ആത്മാവിൽ അതിനകത്തിട്ടിട്ട് നമ്മൾ ഓരോ ട്യൂണുണ്ടാക്കുന്നത്. അല്ല, പക്ഷേ സാർ അതിനകത്തൊരു ചോദ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പാട്ട് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് സിറ്റുവേഷൻസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചില ഇൻപുട്സ് കിട്ടിയിട്ടുണ്ടാവും. അതിനകത്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വർക്ക് നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതായിട്ടുള്ള സാധ്യതകൾ നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിക്കുകയും അതിനകത്തുനിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കും. പക്ഷേ ഈ വർക്കൊക്കെ നടക്കുമ്പോൾ നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യണം ചെയ്തേ പറ്റൂ, കാരണം ഒരു ടൈം ലിമിറ്റേഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ സോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ നമ്മുടെ ഉള്ളിൽ കിടന്ന് പരുവപ്പെട്ട് പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണോ പറയുക? എന്താണ് അതിന് കറക്റ്റ്? അല്ല, അത് നമുക്കിഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരിക്കും നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അല്ല എന്തെങ്കിലും ഒരു ശ്യാമസന്ധ്യേ കൂടെ വിടേ മായാതാലമെൻ്റെ അങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയിട്ട് ഡയറക്ടറിനെ പാടി കേൾപ്പിക്കാനുള്ള ഒരു തൊലിക്കെട്ടി എനിക്കില്ല. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന വളരെ സോൾഫുള്ളായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ടാണ് ഞാനത് ആ ഡയറക്ടറിന് പാടി കേൾപ്പിച്ചത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു, ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടത്. ഇല്ലെന്നുകൊണ്ട് നമ്മൾ ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴും മംഗളങ്ങളായിരുന്നു. ഇപ്പോൾ ഏതൊരു പ്രോഗ്രാമിന് പോയാലും ടം പ്ലം പ്ലം പ്ലിം പ്ലം ജനങ്ങൾ അങ്ങനെ ഈ കൈതട്ടൽ അത് കേൾക്കുന്ന ഒരു സുഖമാണ്. കാര്യം അതുകൊണ്ടായിരിക്കണം. കാര്യം സോൾഫുള്ളായിട്ടുള്ള പാട്ടുകളൊക്കെ നിൽക്കും. അതിങ്ങനെ അനശ്വരങ്ങളാണ്. അല്ലാത്തതൊക്കെ പാസിംഗ് ക്ലൗഡ് പോലെ പോകും. പല വൈറലായ പാട്ടുകൾ നമ്മളിപ്പോൾ കേൾക്കാറുണ്ട്. അത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. അത്ര വെരി സിമ്പിൾ, അത്രേ ഉള്ളൂ. ഈ മംഗളങ്ങളെല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വീണ്ടും ചോദ്യങ്ങൾ ഉണ്ടായി പോകുന്നതിൽ ക്ഷമിച്ചു ഞാൻ. അങ്ങനെ തന്നെ പിച്ച് ചെയ്യണമെന്നോ അങ്ങനെ തന്നെ അത് വരണമെന്നൊക്കെ ഉള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളത്. ദാസാറിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഔട്ട്പുട്ട് തരുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ വരണമല്ലോ. ആദ്യത്തെ സിനിമയും കൂടെ ആയതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് അങ്ങനെ തന്നെയാണ് ഔട്ട്പുട്ട് ആദ്യമേ കിട്ടിയത്. പിന്നെ അപ്പോൾ ദാസേട്ടനുമായിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഫീഡ് ചെയ്യണം. എന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പിന്നെ അവിടുന്ന് വരുന്നത് നമ്മൾ പറയേണ്ട കാര്യമെല്ലാം ദൈവം പാടുന്ന പോലെ ഇരിക്കും. അതൊരു നിവൃത്തിയില്ല. ആ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പോൾ സല്ലാപം കവിതയായി എന്നുള്ള പാട്ട് ഞാനാണ് ട്രാക്ക് പാടി വെച്ചത്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഞാൻ ആസ് എ കമ്പോസർ ഞാൻ പാടിയതിൻ്റെ ഒരു സോളുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല.
അത് കേൾക്കുമ്പോൾ ഭയങ്കര സുഖമായിരുന്നു. പക്ഷേ ദാസേട്ടൻ വന്ന് പാടിക്കഴിഞ്ഞപ്പോഴാണ് സത്യമായിട്ട് സല്ലാപം കവിതയായത്. അതുവരെ ഇപ്പം നമ്മൾ വിചാരിക്കുന്ന ആ ടോണൽ ക്വാളിറ്റി, പിന്നെ അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ, അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ പാടണമെന്നുള്ളത്, നമ്മുടെ ഒരു കോമ്പസിഷൻ അദ്ദേഹത്തിന് ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് തരുന്നത് അതിൻ്റെ അപ്പുറത്തെ ഒരു ഐറ്റം ആകുമ്പോൾ, നമ്മൾ ഷുഗർ ഫ്രീ കൊടുത്താൽ അവിടുന്ന് നല്ല തേനിൽ കുഴച്ചിങ്ങോട്ട് തന്നാൽ അതിൻ്റെ അപ്പുറത്ത് എന്ത് വേണം? അത് നമ്മൾ ഓരോ അനുഭവങ്ങളും ദാസേട്ടനുമായിട്ട് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ടെക്നിക്കലി ഞങ്ങളത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ദാസേട്ടൻ തന്നെ മനസ്സിലായിട്ടുമുണ്ട് ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന്. ആദ്യമൊക്കെ കുറച്ച് മസിലൊക്കെ പിടിച്ചെങ്കിലും അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം. അത് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സിന്ദൂരരേഖ എന്ന് പറയുന്ന ചിത്രത്തിൽ അത് ഞാൻ പ്രത്യേകിച്ച് സിബിച്ചേട്ടനും രഘുനാഥ് പലേരി അണ്ണാച്ചിക്കും എൻ്റെ താങ്ക്സ് പറയാം. അവരാണ് ഈ ട്യൂൺ ഓക്കെ ആക്കിയത്. ആ രാവിൽ വീണാനാഥം പോലെ എന്നുള്ള പാട്ട് കുറച്ച് കോംപ്ലക്സ്ഡാണ്. ആ കാര്യം എൻ്റെ സ്കെയിലും എല്ലാ നോട്ട്സും ഉണ്ട്, മിക്കവാറുള്ള എല്ലാ നോട്ടും വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അതങ്ങനെ ഇഷ്ടമല്ല, വന്നതാണ്. അപ്പോൾ അത് പ്രണയത്തിന് എത്ര കളേഴ്സാണുള്ളത്. ഇതുവരെ പ്രണയം എന്നുള്ളത് ഇന്നതാണ്, ഇതാണ് പ്രണയം, CO2 ഇൻറ്റു H2O എന്നൊന്നും എഴുതി കണ്ടുപിടിച്ചിട്ടില്ല. അതിനൊരു ഫോർമുല അല്ല. അതൊരു ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു ദൈവിക സംഗതിയായിട്ടാണ് ഞാൻ കരുതുന്നത് പ്രണയം എന്ന് പറഞ്ഞാൽ. അല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, മാംസനിബദ്ധമല്ല രാഗം, ഒറിജിനലായിട്ടുള്ള അനുരാഗം എന്ന് പറഞ്ഞാൽ ആരാഗമാണ്, അല്ലാതെ ആ രോഗമല്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇപ്പം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഫ്ലോ പോയി. സിന്ദൂരരേഖയിൽ ഈ രാവിലെ വീണാനാഥം ഇത് പല്ലവിയൊക്കെ പാടി പറഞ്ഞ പഠിക്കുമ്പോഴേ ദാസേട്ടൻ ചിരിച്ചോണ്ടിരുന്നു. സാധാരണ അങ്ങനെ ചിരിക്കത്തേ ഇല്ല. നമ്മളെ ടെൻഷനാക്കി എന്തിനാ ഇത് ചെയ്തത്, എന്തിനാ ഇത് ദാസേട്ടനെ വിളിച്ചതെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും ആദ്യം. പിന്നെ ഇത് പാടുമ്പോൾ ദാസേട്ടനെ ഇച്ചിരി കാര്യം കോമ്പസിഷൻ്റെ ദാസേട്ടനെ എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചരണമുണ്ട്. ആവണി മാസമായി കായൽ തിരകളിളകിയാർത്തുപോയി. അത് കായൽ തിര അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. കായൽ തിരകൾ എന്നാണ്. അപ്പോൾ ദാസേട്ടൻ ആവണി മാസമായി കായൽ തിരകൾ ഇളകിയാതുപോയി, അതിലും തെറ്റൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ദാസേട്ട അത് തള്ളിയാ ദാസേട്ട എന്ന് പറഞ്ഞു. അതെന്താടാ മോനെ, കായൽ തിര ഇങ്ങനെ പാടിയ ഇളകത്തില്ലേ എന്ന്. ഞാൻ പറഞ്ഞു ഇളകുമായിരിക്കും, പക്ഷേ എനിക്ക് ഇങ്ങനെ മതിയിരുന്നു. അതൊരു ഭയങ്കര ചിരിയായിരുന്നു. അതെന്താണ് അത് അന്ന് നല്ല ജോളി മൂടായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ അസാധ്യമായിട്ട് അത് പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വേറെ ലെവല്, കുറേ സന്തോഷം. അത് ശരത് എന്ന് പറഞ്ഞ ഒരു ഗായകൻ, ആ ഗായകൻ വളർന്നു വന്നില്ല, ഇല്ലെങ്കിൽ ആ സമയത്ത് പ്ലേബാക്ക് സിംഗറായിട്ട് വളർന്നു വന്നില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശരീരത്തിനെ കുറിച്ചാണോ? അല്ലല്ല, അത് 5 അടി 3 ഇഞ്ച് കഷ്ടി. ശരിക്കും കൈതപ്പുറത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ മിമിക്രി കാണിക്കാം. അതിൻ്റെ ദേവസഭാതലം രാഗിലമാകുവൻ നാദമയൂഖമേ എന്ന് പാടുന്നതുണ്ട്. മറ്റേ യേശുദാസ് സാറ് ദേവസഭാതലം രാഗിലം, ഇത് ഞങ്ങൾ കണ്ട ഒരു കോമ്പറ്റീഷൻ, അതായത് സ്ക്രീനിൽ കണ്ട ഒരു വല്ലാത്തൊരു കോമ്പറ്റീഷനാണ്. ആ കോമ്പറ്റീഷനിൽ ഒരു സൈഡിൽ പാടിയത് ശരസാറാണെന്നുള്ളത് പിൽക്കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ മനുഷ്യൻ തുടർന്ന് പാടാത്തത് എന്താണ്. ഇപ്പോൾ സ്റ്റേജിലൊക്കെ വിളിക്കാത്തതുകൊണ്ട് ഇത്രയും വലിയൊരു പാട്ടിൽ പാടിയിട്ട് അത് സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ്. ഇപ്പോഴും ആ പാട്ട് കോമ്പറ്റീഷൻ പാട്ട് അല്ല. രജനീഷ്, ഇപ്പം നമ്മൾ ഇപ്പോൾ ഈ മെയിൻ കഥാപാത്രങ്ങളല്ലേ പറയുന്നത്, ഈ സൈഡ് ചെയ്യുന്ന ഒരു പോലീസുകാരനായിട്ട് ചെയ്ത പിന്നെ അടുത്ത പടത്തിലും അങ്ങനെ പോലീസുകാരനായിട്ട് തന്നെ ആയിരിക്കും. പോലീസ് എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ചില അവസ്ഥയുണ്ട്. അതുപോലെ ഇത് ഈ രാജാവിന് വേണ്ടി പാടിയതുകൊണ്ട് എല്ലാ പടത്തിലും രാജാവും ഇല്ല. എനിക്ക് എങ്ങനെ ചാൻസ് കിട്ടാൻ? ഞാൻ വേണുചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പാടിയ കുറച്ച് പാട്ടുകൾ വേണുചേട്ടനാണ് സിനിമയിൽ പാടിയേക്കുന്നത്. ഇപ്പോൾ ഹിസൈനസ് അബ്ദുള്ള, അതുപോലെ കവർ സ്റ്റോറി, അതിലൊരു പയ്യാരം കൊഞ്ചിപ്പാടല്ലേ വാപ്പത്തി പെണ്ണേ പൊന്നാരെ, അതും വേണുചേട്ടനാണ് പാടിയേക്കുന്നത്. അപ്പോൾ പക്ഷേ വേണുചേട്ടൻ കുറേ പാഠം ചെയ്ത് ഞാൻ കുറേ പാടിയേനെ വേണുചേട്ടൻ. അതൊക്കെ വേണുചേട്ടനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹം എനിക്ക് മൃദംഗം വായിച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ഒരു ഷോയ്ക്ക് വന്നപ്പോൾ. അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. നല്ല മനുഷ്യൻ. ഈ ദേവസഭാതലം ഒന്ന് പാടണം. ദേവസഭാതലം മൊത്തം പാടുമ്പോഴത്തേക്ക് എൻ്റെ ആപ്പീസ് പൊട്ടും. ഞാൻ പാടിയ പോഷൻ പാടി പോഷൻ ധനിസ പദനി മവദ ഗമ പരി ഗമ പദനി സരി ഗരി ധനി ദപ ഗമ പദനി സ മേഘരാഗങ്ങളെ തൊട്ടുണരുന്നതാമണ്ടൂകമന്ത്രം ദൈവതോ അശ്വരവങ്ങൾ ആജ്ഞാചക്രത്തിലുണർത്തും
സ്വരരൂപം ദൈവതം. ദൈവതം ഇപ്പുറത്ത് പാടാൻ ആളില്ല. അതിനങ്ങനല്ല. അതിന് ശേഷമുള്ള സ്വരമുണ്ട്. സരിഗ മവദനിസ ധനിസ പദനിസ മവദനിസ ഗമപദനീനി. രജനീഷ്. അത് കൊള്ളാം. സാർ ഈ കുട്ടികളോട് നിർത്തണമായിരുന്നു. അതെ അതെ കുറച്ചുകൂടെ രജനി. ഈ കുട്ടികളോടൊപ്പം സംസാരിച്ചാണ് സാറിന്റെ സ്വഭാവം ഇത്ര ലൈറ്റ് ആയതെന്നാണ്. അല്ല, ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനാണ്. ജന്മം കൊണ്ട് ഇങ്ങനാണ്. പക്ഷെ അത് എനിക്ക് സ്റ്റാർ സിംഗറിൽ വന്നപ്പോൾ പറ്റിയത്, ആദ്യം വന്നപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് പാടുമ്പോഴോ ഞാൻ മക്കളെ എന്തുവാടാ ഈ പാടുന്നത്, ഇങ്ങനെയാണോ പാടുന്നത്, ഇങ്ങനെ പാട്, ഇതുപോലെ തന്നെ അങ്ങ് അവിടെ പറഞ്ഞു പോയി അറിയാണ്ടേ. അപ്പം ജനങ്ങൾ നോക്കുമ്പോൾ ഒരാൾ വന്നിരുന്നിട്ട് ബബിൾഗം തിന്നിട്ട് പിള്ളേരെല്ലാം എടുത്തിട്ട് അങ്ങ് ഉടുക്കുന്നു. ആരുടെ അവൻ മൊത്തം എടുത്ത് പൂശോട് പൂശാൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും തുമ്മി അവർക്ക് ജലദോഷത്തിന് മരുന്ന് വാങ്ങിക്കാനേ ഉള്ള സമയം. കാര്യം എല്ലാവരും അവരെ വിളിക്കുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴേ മക്കളെ ഇന്ന് ടെലികാസ്റ്റ് ഉണ്ടായിരുന്നല്ലേ, അച്ഛൻ കുറേ തുമ്മിയടാ എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ ആലോചിച്ചു. അതുപോലെ ഈ ബബിൾഗം ചവയ്ക്കുന്നത് ഒരു വൃത്തികേടാന്ന് എൻ്റെ മോള്, അവൾ 2 വയസ്സുള്ളപ്പോൾ അച്ഛൻ ബാഡ് എന്ന് പറഞ്ഞു. ഞാൻ ഒരു ആദ്യം പാടെന്നായിരിക്കും പറയുന്നതെന്ന്. പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു അച്ഛൻ ബാഡെന്നാണ് പറയുന്നതെന്ന്. അവൾ കാണിച്ചു തരും ചവയ്ക്കുന്നത്. അങ്ങനെ ബബിൾഗം നിർത്തി. അത് ചുമ്മാ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. അത് നമ്മുടെ ഈ ക്രൂരമായ മുഖവും കമന്റ് നീ എന്തുവാടാ പാടിയത് എന്ന് ചോദിക്കുമ്പോഴത്തേ ജനങ്ങൾ വയലിലാവും. പിന്നെ ഇപ്പം ഈ കുഞ്ഞുങ്ങളുടെ കൂടെ അത് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. നമുക്ക് ജീവിതത്തിലൊക്കെ കുറേ ടെൻഷനുണ്ട് രജനീഷ്. അതൊന്നും നമ്മൾ ടെൻഷനൊക്കെ അവിടെ കിടക്കും. നമ്മൾ പോകേണ്ടത് അങ്ങ് പോകുമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. എല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ലൈറ്റായിട്ടെടുത്ത് ജീവിക്കുന്നത്. അതുപോലെ ലൈറ്റ് എനിക്കിഷ്ടമാണ്. രാത്രി ഉറങ്ങുമ്പോൾ വരെ ഫുൾ ലൈറ്റ് ഇട്ട് കിടന്ന് ഉറങ്ങുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് ഈ ടെൻഷനായിട്ട് കാര്യമില്ല. നമുക്ക് തലയിൽ എഴുതിയിട്ടുണ്ട്. അത് ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്കുക. ആരെയും എന്താ പറയുക ബുദ്ധിമുട്ടിക്കാണ്ട്, ആരുടെയും പ്രാക്ക് കേൾക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത്. എനിക്ക് ദൈവം സഹായിച്ചിട്ട് 4-5 ഫിലിമുണ്ട്. അപ്പോൾ അതിലൊക്കെ നല്ല പാട്ടുകൾ എനിക്ക് ദൈവം സഹായിച്ച് ചെയ്യാൻ കഴിഞ്ഞാൽ സന്തോഷം, അതേ ഉള്ളൂ. എന്നാലും കോപ്പി എവിടുന്ന് കേട്ടതുപോലെ ഉണ്ടാവല്ലേ കോമ്പസിനൊരു പ്രാർത്ഥനയേ ഉള്ളൂ. അതെ അതെ. ഈ മേധാ മെഹറും ആവിർഭവവും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് MG അണ്ണനെയും ഈ ശരത് സാറിനെ കുറിച്ചൊക്കെ ഞങ്ങൾ സ്ഥിരം ചോദിക്കാറുണ്ട്. ഭയങ്കര രസമായിട്ടാണ് അവർ പറയണത്. അവരുടെ നെഞ്ചിന്റെ ഉള്ളിലുണ്ട് നിങ്ങളെല്ലാവരും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ പറഞ്ഞു അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. പിന്നെ മക്കളെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എൻ്റെ മക്കളെ തന്നെ അങ്ങനെയാണ് എനിക്കുള്ള ഫീൽ. ഈ പിള്ളേരെല്ലാം ഈ പാടുന്നവരെല്ലാവേ നമുക്ക് അത് അത്രയ്ക്ക് ക്ലോസ് ടു ഹാർട്ടാണ്. മിക്കവാറും ഉള്ളതിൻ്റെ ഒക്കെ കയ്യിൽ എൻ്റെ നമ്പരും ഉണ്ട്. വിളിച്ച് ശരത്തങ്കളെ എന്ന് പറഞ്ഞിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞു. ഹാർട്ടില്ലെങ്കിൽ അതിന് പരാതി. ഹാർട്ട് എവിടെ അങ്കിൾ. പിന്നെ കഴിഞ്ഞ ദിവസം ശ്വേതയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്വേത നീ കോരിനാൽ നമ്മുടെ സുജാത ചേച്ചിയുടെ ശ്വേത. ഞാൻ പെട്ടെന്ന് ഈ കൊച്ചുംകട കാര്യം പറഞ്ഞു ശ്വേത എന്ന് പറഞ്ഞു. ഞാൻ അടിച്ചത് ഏത് ശ്വേത. അപ്പോ അതിനിടയ്ക്കൊരു സാധനം ഉണ്ട്. അതിപ്പോ സാർ പാടും. അതിപ്പം പാടത്തില്ല. അയ്യോ, അത് ഭയങ്കര രസമാണ്. അതിന്റെ കഥ പറഞ്ഞുതരാൻ. നീ കോറിനാൾ എന്നുള്ള പടം, ഇത് ജയേന്ദ്ര എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറിൻ്റെ ഫിലിമാണ്. വളരെ നല്ല മനുഷ്യൻ, വെരി സ്ട്രെയിറ്റ് ഫോർവേഡ്, നല്ല മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഭാഗം മിണ്ടത്തില്ല. നമ്മളുമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കത്തില്ല. ഇപ്പോൾ ഇതൊരു ട്യൂൺ വേണ്ട എന്ന് പറഞ്ഞിപ്പോൾ ഞാനൊരു എന്താ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രജനീഷ് ശരത്തേട്ട ഇത് വേണ്ട, നമുക്ക് കുറച്ചും കൂടെ നല്ല വേറെ ലെവലിൽ ഈ പാട്ട് പോലെ എന്തെങ്കിലും റെഫറൻസ് തരുമോ. ഇത് അദ്ദേഹം ഒന്നും മിണ്ടത്തില്ല. മണിരത്നം, ഡയറക്ടർ മണിരത്നത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അദ്ദേഹം സംസാരിക്കും, ഇത് ഒട്ടും സംസാരിക്കത്തില്ല. അപ്പോൾ ഒന്ന് പാട്ടിട്ട് കേൾപ്പിക്കും, ശരത് ഇറ്റ്സ് നോട്ട് വർക്കിംഗ്. അപ്പോൾ നമ്മൾ ഇനി വർക്ക് ചെയ്യുന്ന ഏതായിരിക്കും, നമ്മൾ റൂം ഇട്ടിട്ട് ആലോചിക്കുക. അങ്ങനെ ചെയ്ത് ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്ത് അവസാനം 180 പാട്ടോളായി. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് 150ാമത്തെ പാട്ടാണ് സാർ. 180 വെച്ചേക്കളാം പടത്തിൽ ടൈപ്പ്. അങ്ങനെ എന്നെ കൊല വിളിച്ചിട്ട്. പക്ഷേ നല്ല മനുഷ്യനാണ് ജയേന്ദ്ര. അയ്യോ സച്ച് എ സ്വീറ്റ് ഹാർട്ട്. പക്ഷേ ഇങ്ങനെ പറയത്തില്ല, ഒരു വകമിണ്ടത്തില്ല. അതാണ് ഒരു വലിയ കുഴപ്പം. അപ്പോൾ ഒന്ന് പറയണ്ടേ. ഇപ്പോൾ രാജീവേട്ടൻ, ഇപ്പോൾ ഏത് ഡയറക്ടറാണെങ്കിലും, ഇപ്പോൾ സിബിച്ചേട്ടനാണെങ്കിലും ശരത്തെ
മറ്റേ അൻപേ അൻപേ നല്ലതാ എന്നൊക്കെ പറയും. കാര്യം ഞാനെല്ലാം ഡമ്മി വെച്ചാ പാടുന്നത്. അപ്പോൾ അത് അൻപേ അൻപേ ഉന്തൻ ഇതഴോരം, അതാണ് അണ്ണാച്ചി എൻ്റെ സിന്ദൂര രേഖയിലെങ്ങും. ഇതന്നെ അൻപേ അൻപേ കാതോരം കാതിൽ പാടും മംഗളം എഴുതിയതാണ്. നീലാകാശം തിലകക്കുറി. അപ്പോൾ എല്ലാം ഞാൻ ഈ ഡമ്മി എഴുതിയിട്ടാണ് പരിപാടികൾ. അപ്പോൾ ഈ സിബിച്ചേട്ടനാണെങ്കിൽ ആ അൻപേ അൻപേ കൊള്ളാം. ഞാൻ പറഞ്ഞു സിബിച്ചേട്ടാ അന്നും അൻപേ അൻപായിരുന്നു, ഇതും അൻപേ അൻപേ. അപ്പോൾ നീ കോരിനാൽ അയ്യോ വിട്ടു, റിലേ പോയി. ആ അപ്പോൾ ഈ നീ കോരനാളെന്നുള്ളതിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞ് ഒരു അത്രയ്ക്ക് പ്രണയമാണ്. അപ്പോൾ പ്രണയിക്കുന്ന ആ ചെക്കൻ ഈ പെൺകുട്ടിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. പക്ഷേ ഗിഫ്റ്റ് ഒളിച്ചു വെച്ചേക്കാണ്. ഓരോ സംഭവങ്ങൾ പറഞ്ഞ് ക്ലൂസാണ് ഓരോന്നും. ഓരോ രണ്ട് ലൈനും ക്ലൂ ആണ്. അങ്ങനെ അവസാനം അവൾ കണ്ടുപിടിച്ച് വരുമ്പോൾ ഒരു കാറാണ്. അങ്ങനെ അത് ഭയങ്കര ലവിൻ്റെ ഹൈറ്റ് ശരത്ത്. അപ്പം എനിക്കത് വല്ലാണ്ട് അത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുക. കാര്യം മനസ്സിലൊരു പ്രണയമുള്ള മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അത് ഞാനൊരു ഫ്ലൈറ്റ് യാത്രയിൽ അവിടുന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ രൂപപ്പെട്ടു. ഈ ഒരു ടേക്ക് ഓഫ് പിന്നെ താഴെ കൊണ്ടുപോകുന്നുണ്ട്. കാര്യം ഫ്ലൈറ്റ് മേളിൽ തന്നെ നിൽക്കാനകത്തില്ല, ഇന്ധനം തീരും. അതുകൊണ്ട് ഞാൻ താഴെ ഇറക്കണം. അപ്പം എന്നെ ഇൻസ്പയർ ചെയ്ത ഒരു ഫ്ലൈറ്റാണ്. അപ്പോൾ അത് പറയാതിരിക്കാൻ പറ്റും. ആ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫാണ് ഞാൻ വെച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് പിന്നെ ശ്വേതയും കാർത്തിക്കും കൂടെ അതിമനോഹരമായിട്ട് പാടി. ഞാൻ ചെയ്ത ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള നല്ല പാട്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അതുമൊന്നും ഈ പറയുന്ന ലെവലിൽ ഇപ്പം തമിഴ്നാട്ടിൽ ഞാൻ ആ ഫിലിം കാണാൻ പോയപ്പോൾ, കാരണം ആ പടത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ആ പടം കൊണ്ട് കളഞ്ഞത്. ആ ക്ലൈമാക്സ് വളരെ നെഗറ്റീവായിട്ടൊരു ഡയറക്ടർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കറക്റ്റാണ്. പക്ഷേ ജനങ്ങൾക്ക് അതല്ല വേണ്ട. അവർക്ക് ആ പ്രേമിച്ച രണ്ടുപേരും ചേരണം, കെട്ടിപ്പിടിക്കണം, വീട്ടിൽ പോകണം എന്നുള്ളതാണ്. ഒരു പിസയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ അത് നടന്നില്ല. അത് നടക്കാതായപ്പോൾ നമുക്കൊക്കെ ആ സമയത്ത് നല്ലതായിട്ട് തോന്നിയിട്ട് ഈ ജനങ്ങളുടെ റിയാക്ഷൻ കണ്ടപ്പോൾ അയ്യോ ഇത് വേണ്ടായിരുന്നു. അത് ക്ലൈമാക്സ് വേറെ ഷൂട്ട് ചെയ്തിരുന്നു. അത് ഭാഗ്യക്കേടിന് അത് ഇട്ടതുമില്ല. അപ്പോൾ ഈ പാട്ട് ആരംഭിക്കുമ്പോൾ പോയിക്കല് ഈ തമിഴ്നാട്ടിലുള്ളവർ അത്ര നല്ല ആളുകളാണ്. അവർ കൊടുത്ത് ഒച്ചയും ബഹളമായിരുന്നു. അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ പടം അത്രയ്ക്ക് ഓടാതിരുന്നതിന് ക്ലൈമാക്സ് ആണ് അതിൻ്റെ പ്രധാനം. പക്ഷെ ഇപ്പോൾ ശ്വേത അതൊരു സ്റ്റേജിൽ പാടുമ്പോൾ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ തരിച്ചു വരില്ലേ, ഭയങ്കര ആവേശമുള്ളൊരു സാധനമാണ്. അല്ല ഞാൻ രജനീഷ, ഞാനിപ്പോൾ ചിത്ര ചേച്ചിയുടെ കൂടെ US ടൂർ പോയായിരുന്നു. US ടൂർ, കാനഡ ടൂർ. അപ്പോൾ അതിൽ മിക്കവാറും ഉള്ള സ്റ്റേജ് മുഴുവൻ നിഷാദും നമ്മുടെ അനാമിക്കയും കൂടെ ഇത് പാടി വളരെ മനോഹരമായിട്ട് ഒരു സ്റ്റേജിൽ ഇത് പാടുമ്പോൾ ഓഡിയൻസ് ഓരോ തവണ ഇവർ മേളിൽ നീ കോരിന അവർ അയ്യാന്ന് പറഞ്ഞ് നിലവിളിയായിരുന്നു. അപ്പോൾ അത് ഒരു അനുഭവമായിരുന്നു. അത് ഭയങ്കര ഒരു സുഖമല്ലേ അത്, ആ കയ്യടി കിട്ടും. പിന്നെ ആ കയ്യടിക്ക് വേണ്ടിയല്ലേ രജനീഷ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു ആ പോയിന്റിലാണ് നമുക്ക് അതിന്റെ എല്ലാ തരത്തിലുള്ള റിസൾട്ടും കിട്ടുന്നത്. തീർച്ചയായിട്ടും അതൊരു സുഖമുള്ള പരിപാടിയാണ്.